ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്ട്രീറ്റ് പാർട്ടി ആൻഡ് കാർണിവലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ കാർണിവൽ ബ്രസീലിലെ റിയോ കാർണിവലാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ട്രീറ്റ് പാർട്ടി നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന നോട്ടിംഗ് ഹിൽ കാർണിവലിലാണ്. സ്പെയിനിൻ്റെ ഭാഗമായിട്ടുള്ള കാനറി ദ്വീപുകളിലെ ടെനറൈഫ് എന്ന് പറയുന്ന ഒരു കാർണിവലും ഇതോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ്. എന്നെ ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവന്നത് പൃഥ്വിയാണ്. ഇവൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവന് ലണ്ടനിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പരേഡാണ് ഏറ്റവും ഫേമസ്. 10:30 തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം പരേഡ് കാണാനാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 6000 പോലീസുകാരാണ് UK ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം തന്നെ ഏകദേശം 4 ഡെത്തോളം സംഭവിച്ചിട്ടുണ്ട്. അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്കിനി ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പം തന്നെ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. ഒരു ടോട്ടൽ സൗത്ത് അമേരിക്കൻ വൈബാണ്. എന്തായാലും കണ്ടു നോക്കാം. കരീബിയൻ സുന്ദരിമാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല പവറുള്ള സുന്ദരന്മാരും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല. ഒരു കരീബിയൻ ഫെസ്റ്റിവലിന് UK ജനത എന്താണ് ഇത്രയും അക്സെപ്റ്റൻസ് കൊടുക്കുന്നതെന്നാണ്. പ്രത്യേകിച്ചും വംശീയ അധിക്ഷേപങ്ങൾ ധാരാളമായി നടക്കുന്ന ഈ സമയത്ത്. നമ്മുടെ ദീപാവലിക്കും ഓണത്തിനുമെതിരെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ്. ഒരുപക്ഷെ ഓണം ഒരു കരീബിയൻ സ്റ്റൈലിലേക്ക് മാറ്റിയാൽ ഇവരുടെ അക്സെപ്റ്റൻസ് കിട്ടുമോ ആവും. ഉത്സവങ്ങൾ എവിടെ നടന്നാലും കച്ചവടം കൊഴുകൊഴുക്കും. വിവിധ തരത്തിലുള്ള കരീബിയൻ കോസ്റ്റ്യൂംസ്, മാലകൾ, കൊടികൾ, അങ്ങനെ പലതരം കച്ചവടങ്ങളാണ് ഇവിടെ. ബോബ് മാർലി ടീഷർട്ടും വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളും എല്ലാം ഉണ്ടെങ്കിലും റമ്മില്ലാതെ എന്ത് കരീബിയൻ ആഘോഷം. ബ്രസീലിയൻ പഞ്ചവർണ്ണക്കിളിയുടെ പോസ്റ്ററുമായി റമ്മും ബിയറും വിൽക്കുന്ന ബാലൻ. അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവൻ 18 വയസ്സിൽ താഴെയാണെങ്കിലും കച്ചവടം പൊടി പൊടിക്കുന്നു. റമ്മിൽ തേങ്ങാവെള്ളവും പൈനാപ്പിളും മിക്സ് ചെയ്ത് പീനക്കൊലാദയും മാലിബുവും എല്ലാം കണ്ടുപിടിച്ച ഇവർക്ക് നമ്മുടെ ജവാനും ഓൾഡ് മൊങ്കും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന രീതിയിൽ അല്പം വൈരുദ്ധ്യമായി തോന്നിയത് ഇതിനിടയിൽ നടക്കുന്ന സുവിശേഷ പ്രസംഗങ്ങളാണ്. ചെഗുവേരയും ഫിദൽ കാസ്ട്രോയും വിപ്ലവം നടത്തിയ ഇവരുടെ നാടുകളിൽ ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളാണ്. ഇത്തരം പള്ളികൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടാറുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി വീണ്ടും സൗത്ത് അമേരിക്ക ചുവന്നു വരികയാണ്. മറക്കാട്ടു കാർണിവൽ മ്യൂസിക്കിൻ്റെ ഒരു പെർഫോമിംഗ് ഗ്രൂപ്പാണ് ഈ കടന്നു വരുന്നത്. ബ്രസീലിലെ പെർണാംബൂക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവോൾവ് ചെയ്ത ഈ നൃത്തരൂപം സെൻട്രൽ ആഫ്രിക്കൻ ട്രഡീഷനും പോർച്ചുഗീസ് ട്രഡീഷനും ബ്രസീലിയൻ ട്രഡീഷനും മിക്സ് ചെയ്ത ഒന്നാണ്. കൊളോണിയൽ കാലത്തെ അടിമത്ത നിരോധനത്തിന് ശേഷം ഇത്തരം മ്യൂസിക്കുകളിൽ ചില ആചാര രീതികളും സൈക്കിക് എലമെൻസുകളും എല്ലാം കാണാം. ഇനി നമുക്ക് കൂടുതൽ ഫെസ്റ്റിവൽ കാഴ്ചകളിലേക്ക് പോകാം. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒരു പ്ലോട്ടിൽ നിന്ന് മറ്റൊരു പ്ലോട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെ ഇതുപോലെ ആഘോഷമാക്കുന്ന മറ്റൊരു ജനവിഭാഗം ഭൂമിയിലുണ്ടോ എന്നറിയില്ല.
മാത്രമല്ല ഒരു പരിധിവരെ ഒരു സാധാരണ മലയാളികളുടെ സദാചാര സങ്കല്പത്തിന് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമാണ്. 13ഓളം വരുന്ന കരീബിയൻ സ്വതന്ത്ര രാജ്യങ്ങളും പിന്നെ സൗത്ത് അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങളും പിന്നെ കൊച്ചു കൊച്ചു ദ്വീപുകളായി കിടക്കുന്ന ഇപ്പോഴും യൂണിയൻ ടെറിട്ടറി ആയിട്ട് സ്പെയിനിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ അണ്ടറിൽ കിടക്കുന്ന കുറേ ദ്വീപുകളും എല്ലായിടത്തെയും സംസ്കാരം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമന്വയമാണിത്. എന്നാൽ ഈ സംസ്കാരത്തിൻ്റെ എല്ലാം റൂട്ടെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്നതും വെസ്റ്റ് ആഫ്രിക്കയിലെ യുറൂബ കൾച്ചർ മുതൽ അങ്ങ് സൗത്തിലെ സുളു കൾച്ചറിൻ്റെ വരെ ഇൻഫ്ലുവൻസ് നമുക്കിവിടെ കാണാം. കൊളോണിയൽ അടിമ കാലഘട്ടത്തിൽ കരീബിയനിലേക്ക് മാത്രമായി 50 ലക്ഷം പേരെയാണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോയത്. അവിടെ കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുത്ത് ഇവരുടെ സംഗീതവും സംസ്കാരവും പലതരം കലർപ്പുകളിലേക്ക് എത്തിപ്പെട്ടു. അടിസ്ഥാനപരമായി ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഈ മനുഷ്യരിൽ ലാറ്റിൻ അമേരിക്കൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ് കലർപ്പുകൾ ഉണ്ടാവുകയും പല നിറത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവുകയും ചെയ്തു. ബ്രസീലിൽ അങ്ങനെ സാമ്പ നൃത്തവും, കരീബിയനിൽ കലിപ്സോയും, ട്രിനിഡാഡ് ടുബാങ്കോയിൽ സോക്കയും മാർക്കയും റെഗ്ഗയും ഉണ്ടായി. ബോബ് മാർലിയും ഈ നാട്ടിൽ നിന്ന് തന്നെ വന്നതാണ്. വലിയൊരു കരീബിയൻ സമൂഹം താമസിക്കുന്ന UK-യിൽ 1959 മുതൽ ഈ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും തെരുവിലേക്ക് ഇറങ്ങിയത് 1966-ലായിരുന്നു. അന്ന് ഇതൊരു വലിയ കലാപമാകുകയും 108 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് UK ഗവൺമെൻറ് ഇത് അംഗീകരിക്കുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫെസ്റ്റിവലായി മാറുകയും ചെയ്തു. ബാങ്ക് ഹോളിഡേ കൂടിയാണ് ഇന്ന് ഈ ഫെസ്റ്റിവൽ. എന്തായാലും ഇത് കരീബിയൻസിൻ്റെ ഒരു തൃശ്ശൂർ പൂരം തന്നെയാണ്. അത് പൊടി പൊടിക്കുന്നു. ഞാൻ പതുക്കെ ഫുഡിൻ്റെ മേഖലയിലേക്ക് കടന്നു. നല്ല നേന്ത്രപ്പഴമൊക്കെ വെച്ച് പഴംപൊരി പോലത്തെ ചില വിഭവങ്ങളൊക്കെ കണ്ടു. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മളോട് സാദൃശ്യമുള്ള ഭക്ഷണമൊക്കെ തന്നെയാണ്, എരിവൽപ്പം കുറവാണെങ്കിലും. അങ്ങനെ ലണ്ടൻ നഗരത്തിൽ മനോഹരമായ ഒരു കരീബിയൻ അനുഭവം കിട്ടി. ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും നല്ല ഓണവും ലണ്ടനിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നു.